ആശാവർക്കർമാരുടെ സമരം 24-ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്, രാപ്പകൽ സമരം. ആ സമയത്ത് വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇതിന്റെ പേരിൽ മറുഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും തുടക്കം മുതൽ തന്നെ ആശമാരുടെ ഓണറേറിയം കുടിശ്ശികയായതിനും അതോടൊപ്പം തന്നെ ഇത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിലും സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ള നിലപാടാണ് എടുത്തത്. ഇന്നലെ അടിയന്തര പ്രമേയം ആയി പ്രതിപക്ഷം ഇത് നിയമസഭയിൽ കൊണ്ടുവന്ന സമയത്തും ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും ആശമാർക്ക് കൊടുക്കാനായി കിട്ടാനുള്ള പണം മുഴുവൻ തുകയും കുടിശ്ശികയാണ്, ഒരു പൈസ പോലും തന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയായി പോയത്. അത് കൊടുത്തു തീർക്കുകയും ചെയ്തു. ഇനി ഓണറേറിയം വർധനവ് ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടതാണ്. സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്നുള്ള കാര്യം കൂടി മന്ത്രി അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷം അതേസമയം പാർലമെന്റിലടക്കം എംപിമാർക്ക് കിട്ടിയ മറുപടി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിച്ചത്. കാരണം NK പ്രേമചന്ദ്രൻ MP അടക്കം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കേരളത്തിന് ആരോഗ്യ മേഖലയിൽ കൊടുക്കാനുള്ള തുക കുടിശ്ശികയുണ്ടോ, അത് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നതുൾപ്പെടെയുള്ള ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ആരോഗ്യമന്ത്രി അതിന് മറുപടിയും പാർലമെന്റിൽ നൽകിയിരുന്നു. പണമൊന്നും കുടിശ്ശികയായിട്ടില്ല. നിലവിൽ അനുവദിച്ചിരിക്കുന്ന 911 കോടി രൂപയിൽ 800 കോടിയോളം രൂപ തന്നെ ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 15ഓടെ നൽകിക്കഴിഞ്ഞു. ഇനി മാർച്ച് 31 വരെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ സമയമുണ്ട്. അതിനുള്ളിൽ ബാക്കി തുക കൂടി കൊടുത്തു തീർക്കുമെന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് MP-മാർക്ക് മറുപടിയായി കിട്ടിയത്. ഈ മറുപടി ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ നിയമസഭയിൽ എടുത്തു കാണിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ വൈകുന്നേരം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 628 കോടിയോളം രൂപ ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടാനുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലാണ് പണം ഇനി കേരളത്തിന് കുടിശ്ശികയായി കിട്ടാനുള്ളത് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇനി വിശദീകരിക്കേണ്ടത്. എന്തായാലും സമരം ഇപ്പോഴും തുടരുമ്പോഴും എന്ന് ഈ ഓണറേറിയം വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്.